ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ഈ ഭൂമിയിലെ ഏറ്റവും ക്രൂരമായ വാക്ക് ഏതാണ്? ഒരാളുടെ മനസ്സിനെ ആഴത്തിൽ മുറിവേൽപ്പിക്കാൻ പര്യാപ്തമായ ഉഗ്രശേഷിയുള്ള വാക്ക് ഏതാണ്? എനിക്ക് തോന്നുന്നു അത് എനിക്ക് മനസ്സില്ല എന്നുള്ള വാക്കാണ്. അതിൻ്റെ അർത്ഥത്തെക്കുറിച്ച് നാം എപ്പോഴെങ്കിലും ഗൗരവമായിട്ട് ചിന്തിച്ചിട്ടുണ്ടോ? എന്താണ് ആ വാക്കിൻ്റെ അർത്ഥം? എനിക്ക് മനസ്സില്ല എന്ന് പറയുമ്പോൾ അത് മറ്റു ചില കാര്യങ്ങളെക്കുറിച്ച് ഉറപ്പ് പറയുന്നുണ്ട്. എനിക്ക് ഇത് ചെയ്യാനുള്ള കഴിവില്ലാഞ്ഞിട്ടല്ല, സമയമില്ലാഞ്ഞിട്ടല്ല, ഇത് സ്വീകരിക്കാൻ നിനക്ക് അർഹതയോ അവകാശമോ ഇല്ലാഞ്ഞിട്ടുമല്ല. പക്ഷേ എനിക്ക് മറ്റെല്ലാം ഉണ്ടെങ്കിലും മനസ്സ് മാത്രം ഇല്ല. ഞാൻ മനഃപൂർവ്വം ഇത് നിനക്ക് നിഷേധിക്കുകയാണ്. അപ്പോൾ മറ്റെല്ലാ അവകാശങ്ങളും അർഹതകളും ഉണ്ടായിരിക്കെ മനസ്സ് മാത്രം ഇല്ലാത്തതുകൊണ്ട് എനിക്കിത് നിഷേധിക്കപ്പെടുന്നു എന്നുള്ള ഓർമ്മയല്ലേ നമ്മളെ ആഴത്തിൽ മുറിവേൽപ്പിക്കുന്നത്, വേദനയുടെ കാണാക്കയങ്ങളിലേക്ക് നമ്മളെ തള്ളിയിടുന്നത്. പ്രിയമുള്ളവരെ, ഇന്നത്തെ വിശുദ്ധ ഗ്രന്ഥ ഭാഗങ്ങൾ നമ്മളോട് സംസാരിക്കുന്നത് ദൈവത്തിൻ്റെ മനസ്സിനെക്കുറിച്ചാണ്. ഒന്നാമത്തെ വായനയിൽ തെസ്സലോനിക്കായിലെ സഭയ്ക്കുള്ള ഒന്നാമത്തെ ലേഖനം 4-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ പ്രതിപാദിക്കുന്നത് ദൈവത്തിൻ്റെ തിരുമനസ്സിനെക്കുറിച്ചാണ്. പൗലോസ് അപ്പോസ്തലൻ ഹൃദ്യമായിട്ട് പറയുകയാണ്, നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിലും നമ്മൾ ഇതേ ആശയം കണ്ടുമുട്ടും. എന്നാൽ തന്നിൽ വിശ്വസിക്കുന്നവരിൽ ഒരുവൻ പോലും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. അപ്പോൾ ദൈവത്തിൻ്റെ മനസ്സ് മുഴുവനും തൻ്റെ മക്കളുടെ രക്ഷയെക്കുറിച്ചുള്ള സ്വപ്നങ്ങളാണ്, പദ്ധതികളാണ്. അതിനെ മുഴുവനുമായി നാം വിളിക്കുന്നതാണല്ലോ രക്ഷാകര പദ്ധതി എന്ന്. അപ്പോൾ ദൈവത്തെ അറിയുന്ന എല്ലാവരും, ദൈവത്തിൻ്റെ മക്കളായ എല്ലാവരും രക്ഷയിലേക്ക് വരണമെന്ന് ദൈവം അഭിലഷിക്കുന്നു, ആഗ്രഹിക്കുന്നു. അതിനായിട്ട് എപ്രകാരം തങ്ങളെ തന്നെ ഒരുക്കണം, ഈ രക്ഷയിലേക്ക് എങ്ങനെ കടന്നു വരണമെന്നാണ് ഒന്നാമത്തെ വായന നമ്മളോട് ആവശ്യപ്പെടുന്നത്. അവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, വിശുദ്ധിയിലും മാന്യതയിലും ക്രിസ്തീയ ജീവിതം കെട്ടിപ്പടുക്കണം. ഇപ്രകാരം വിശുദ്ധിയിലും മാന്യതയിലും ജീവിക്കുന്നതിൽ നിന്ന് നമ്മൾ പിന്നോട്ട് വരുമ്പോൾ, ഇങ്ങനെ ചെയ്യാനായിട്ട് ഉള്ള പ്രേരണകളെ നമ്മൾ അവഗണിക്കുമ്പോൾ, ഉപദേശങ്ങളെ അവഗണിക്കുമ്പോൾ നമ്മൾ ആരെയാണ് അവഗണിക്കുന്നത്? അത് പരിശുദ്ധാത്മാവിനെ തന്നെയാണെന്ന് പൗലോസ്ലീഹ തെസ്സലോനിക്കായിലെ സഭയെ ഓർമ്മിപ്പിക്കുകയാണ്. ദൈവികമായ പ്രേരണകളെ, സത്ചിന്തകളെ അവഗണിക്കുന്നവർ പരിശുദ്ധാത്മാവിനെ അവഗണിക്കുന്നു. ദൈവത്തിൻ്റെ ഹിതം നാം എല്ലാവരും രക്ഷയിലേക്ക് വരണം, മാന്യതയിലേക്ക്, വിശുദ്ധിയിലേക്ക് വളരണം എന്നാണ്. രണ്ടാമത്തെ വായനയിൽ സുവിശേഷത്തിൽ ഈ ആശയം അതിമനോഹരമായിട്ട് പ്രഖ്യാപിക്കുകയാണ്. ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായം 12 മുതലുള്ള വാക്യങ്ങളിൽ അവിടെ നമ്മൾ കാണുന്നത് ഹൃദയസ്പർശിയായ രംഗമാണ്. ഒരു കുഷ്ഠരോഗി ഈശോയെ കണ്ട് അവൻ്റെ അടുത്ത് വന്ന് താണു വണങ്ങി പറയുകയാണ്, കർത്താവെ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. ആ വാക്കിൻ്റെ ആഴം, ദയനീയത നമുക്ക് മനസ്സിലാവും. അയാൾ പറയുകയാണ്, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. വൈദ്യനായ ലൂക്ക വളരെ ശ്രദ്ധയോടെ എഴുതുകയാണ്, അവൻ കൈ നീട്ടി അവനെ തൊട്ടുകൊണ്ട് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി ഉണ്ടാവട്ടെ. പ്രിയപ്പെട്ടവരെ, എത്ര മനോഹരമായിട്ടാണ് ഈശോ പ്രവർത്തിക്കുന്നത് അവിടെ. എനിക്ക് മനസ്സുണ്ടെന്ന് പറഞ്ഞാൽ ഒരു വാക്കുകൊണ്ട് അവനെ സൗഖ്യപ്പെടുത്തുന്നതിന് പകരം കൈ നീട്ടി അവനെ തൊട്ടുകൊണ്ട്, അവനെ സ്പർശിച്ചുകൊണ്ട് പറയുകയാണ്, എനിക്ക് മനസ്സുണ്ട്. ഇപ്പം മനസ്സുണ്ടോ ഇല്ലയോ എന്നുള്ളത് പ്രവൃത്തികളിലൂടെയാണ് നമ്മൾ പ്രകടിപ്പിക്കേണ്ടത്. അത് വെറും ഒരു ആന്തരിക ഭാവമായിട്ട് മാത്രം നമ്മിൽ അവശേഷിക്കാൻ പാടില്ല. അത് സ്നേഹത്തിൽ ചാലിച്ച പ്രവൃത്തികളായിട്ട് മറ്റുള്ളവരിലേക്ക് ഒഴുകിയെത്തണം. അവിടെയാണ് കുഷ്ഠം മാറുന്നത്. അസീസി പുണ്യവാളനെക്കുറിച്ചുള്ള അതിമനോഹരമായൊരു കഥ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അസീസിക്ക് കുഷ്ഠരോഗികളെ അറപ്പായിരുന്നു, വെറുപ്പായിരുന്നു. അവർ മണികിലുക്കിക്കൊണ്ട് വരുന്നത് കേൾക്കുമ്പോഴേ അസീസി ഫ്രാൻസിസ് ഓടി ഒളിക്കുമായിരുന്നു. ഒരു ദിവസം അദമ്യമായ ഒരു ഉൾവിളി അയാൾക്കുള്ളിൽ തോന്നുകയാണ്. അകലെ നിന്ന് ഈ മണിയടി കേൾക്കുമ്പോൾ ആ കുഷ്ഠരോഗിയെ ചെന്ന് ആലിംഗനം ചെയ്യണം, അവൻ്റെ വ്രണങ്ങളിൽ ചുംബിക്കണം. ഫ്രാൻസിസ് ഈ കുഷ്ഠരോഗിയെ സമീപിക്കുന്നു, അയാളെ ആലിംഗനം ചെയ്യുന്നു. അയാളുടെ ചീഞ്ഞളിഞ്ഞ വ്രണങ്ങളിൽ ഓരോന്നിലും തൻ്റെ ചുണ്ടുകൾ അമർത്തി ചുംബിക്കുന്നു. ഫ്രാൻസിസിൻ്റെ വിശുദ്ധമായ ഓരോ ചുംബനവും ഏൽക്കുമ്പോൾ ആ വ്രണങ്ങൾ ഒന്നൊന്നായി അപ്രത്യക്ഷമാകുന്നു. ഒടുവിൽ ശിശുതുല്യമായ ചർമ്മത്തോടുകൂടി കുഷ്ഠരോഗി ക്രിസ്തുവിനെ പോലെ തിളങ്ങുന്നു. അസീസി പറയുകയാണ്, ഞാൻ കൊടുക്കാതെ പോയ ചുംബനങ്ങൾക്ക് എത്രയോ വ്രണങ്ങളെ അപ്രത്യക്ഷമാക്കാമായിരുന്നു.
എല്ലാ കുഷ്ഠരോഗിയിലും ഓരോ ക്രിസ്തു മറഞ്ഞിരിക്കുന്നുണ്ടായിരുന്നല്ലോ. ചുംബനങ്ങൾ കൊണ്ട് കുഷ്ഠരോഗിയെ ക്രിസ്തുവാക്കി മാറ്റാമെന്ന് മനസ്സിലാക്കാൻ ഞാൻ വൈകിപ്പോയല്ലോ. മനസ്സില്ലായ്മകൾ അന്യരെ മുറിവേൽപ്പിക്കും. അത് അടി മുതൽ മുടി വരെ ആപാദചൂടം ഒരാളെ മുറിവേറ്റവനാക്കി മാറ്റും. കുഷ്ഠരോഗിയെപ്പോലെ സമൂഹത്തിൽ നിന്ന് അവനെ പുറന്തള്ളും. സൗഹൃദ വലയങ്ങൾക്ക് അവനെന്നും അന്യനായിരിക്കും. പക്ഷെ മനസ്സോടുകൂടിയുള്ള പ്രവൃത്തികൾ, ഒരു സ്പർശനം, ഒരു നല്ല വാക്ക് അനേകരുടെ കുഷ്ഠങ്ങളെ, ശാരീരികമായ, മാനസികമായ, ആത്മീയമായ വ്രണങ്ങളെ അപ്രത്യക്ഷമാക്കുമെന്ന് നമുക്കറിയാം. എത്രയോ ഇടങ്ങളിൽ മനസ്സില്ലായ്മകളുടെയും മനസ്സ് ഉള്ളായ്മകളുടെയും നന്മകളും തിന്മകളും നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്, വേദനിച്ചിട്ടുണ്ട്. ഇന്നത്തെ സുവിശേഷത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കോർക്കാം, നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ മനസ്സ് നമ്മുടെ നന്മകളെ മാത്രം ആഗ്രഹിക്കുന്നതാണ്. എങ്കിൽ സഹജീവികളെക്കുറിച്ചുള്ള നമ്മുടെ മനസ്സും അവരുടെ നന്മകളെ ആഗ്രഹിക്കുന്നവയാവണം. അവരുടെ നന്മകളെ ഉറപ്പുവരുത്താനായിട്ട് നമ്മളെ തന്നെ സമർപ്പിച്ചവയായിരിക്കണം. എല്ലാവരോടും എനിക്ക് മനസ്സുണ്ടെന്നുള്ള ഒരു വാക്കോടെ, സ്നേഹത്തിൽ ചാലിച്ച വാക്കോടെ അവരെ സ്പർശിക്കാൻ, അവരുടെ നന്മകളെ, രക്ഷയെ ഉറപ്പുവരുത്താനുള്ള ഒരു വലിയ നിയോഗം ഈ നോമ്പുകാലത്ത് നമ്മെ കാത്തിരിപ്പുണ്ട്. ഈ നിയോഗം പൂർത്തീകരിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.